ലാസ്റ്റ് ഡേറ്റ് വരുന്ന കുറച്ച് ഗവൺമെൻറ് ജോബ്സാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്ത് പറയാൻ പോകുന്നത്. അതിൽ ആദ്യത്തേത് ഞാനിന്ന് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് CEE ഓഫീസ് അസിസ്റ്റൻറ്റ് റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനാണ്. ഓർഗനൈസേഷൻ കമ്മീഷണർ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ, ജോബ് കാറ്റഗറി ഗവൺമെൻറ്, റിക്രൂട്ട്മെൻറ്റ് കോൺട്രാക്ട് ബേസിൽ നോൺ പെർമനൻറ്റ്, ഓഫീസ് അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്ക്. ജോബ് ടൈപ്പ് ടെമ്പററി ആണ്. കീം എൻട്രൻസുമായിട്ട് ബേസിസിലാണ്. ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ ടുമോറോ. അടിസ്ഥാന യോഗ്യത +2 പാസ്സായിരിക്കണം. കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോൾ ഇതിൽ പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ CV അയച്ചാണ്. നമ്മുടെ ഒന്നുകിൽ ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ പോസ്റ്റൽ സർവീസ് വഴിയോ നമ്മുടെ ബയോഡാറ്റ അതിൽ അവരുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിൽ ആ പാറ്റേണിൽ തന്നെ അയക്കേണ്ടതാണ്. മറ്റ് പാറ്റേൺസൊന്നും സ്വീകരിക്കുന്നതായിരിക്കില്ല. അതുകൊണ്ട് നാളെ തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇനി അടുത്തത് മിൽമയിലെ ജൂനിയർ സൂപ്പർവൈസറായിട്ടാണ്. നോട്ടിഫിക്കേഷൻ നമ്പർ TRCMP/CMD/001/2025. ആകെമൊത്തം 11 വേക്കൻസീസ്. ജോബ് ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ എന്നീ ജില്ലകളിലാണ്. അടിസ്ഥാന ശമ്പളം 23,000. ആപ്ലിക്കേഷൻ ഓൺലൈൻ വഴിയാണ്. നാളെയാണ് ലാസ്റ്റ് ഡേറ്റ്. ഇതിൻ്റെ മാക്സിമം ഏജ് ലിമിറ്റ് വരുന്നത് 40 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ കാറ്റഗറി അനുസരിച്ച് ഏജ് റിലാക്സേഷൻ ഇളവ് അനുവദിക്കുന്നതായിരിക്കും. SC/STക്ക് 5 വർഷവും OBC അല്ലെങ്കിൽ എക്സ് സർവീസ്മെന് 3 വർഷത്തെ റിലാക്സേഷനും കിട്ടുന്നതാണ്. അടിസ്ഥാന യോഗ്യത BCom ഡിഗ്രി വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ കൊമേഴ്സ്. അതുകൂടാതെ അതിൻ്റെ കൂടെ HDCയും വേണം. ഡിഗ്രി ഫസ്റ്റ് ക്ലാസ് ആയിരിക്കണം. BSc ബാങ്കിങ് ആൻഡ് കോഓപ്പറേഷനും പഠിച്ചവർക്ക് മുൻഗണന ഉണ്ടാകുന്നതായിരിക്കും. ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് റിക്വയർഡ് സ്കാൻഡ് ഫോട്ടോഗ്രാഫ് <200 KB, സ്കാൻഡ് സിഗ്നേച്ചർ <50 KB ആണ്. ഇനി മൂന്നാമത് വരുന്ന വേക്കൻസി കേരള കോണ്ടൻറ് എഡിറ്റർ റിക്രൂട്ട്മെൻ്റ് ആണ്. ഇത് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസിന് കീഴിൽ കോണ്ടൻറ് എഡിറ്ററായിട്ട് 1 വർഷത്തെ കരാർ അടിസ്ഥാനത്തിലുള്ള ഒരു ജോബാണ്. ഇത് കേരള കോണ്ടൻറ് എഡിറ്റർ ജോബ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസിന് കീഴിൽ നമ്മൾ വീഡിയോ എഡിറ്റിങ്ങും യൂട്യൂബ് ഷോർട്സ്, ഇൻസ്റ്റാഗ്രാം റീൽസൊക്കെ തയ്യാറാക്കി കൊടുക്കുക. അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് +2 ആണ്. +2 കൂടാതെ വീഡിയോ എഡിറ്റിങ്ങിൽ പ്രാവീണ്യമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും. +2 കൂടാതെ വീഡിയോ എഡിറ്റിംഗ് ഡിപ്ലോമ കോഴ്സ് പാസ്സായവർക്ക് മുൻഗണന, സ്പെഷ്യൽ കൺസിഡറേഷൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും. മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 35 വയസ്സ് വരെയുള്ള കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. കാൻഡിഡേറ്റ്സ് മസ്റ്റ് ഹാവ് കംപ്ലീറ്റഡ് +2 ഓർ ഇക്വലൻറ്റ് ക്വാളിഫിക്കേഷൻ. +2 അല്ലെങ്കിൽ തത്തുല്യം. അഡീഷണലി ദേ ഷുഡ് പൊസസ് എ ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ വീഡിയോ എഡിറ്റിംഗ്. പിന്നെ വീഡിയോ എഡിറ്റിങ്ങിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടതാണ്. സെലക്ഷൻ എന്ന് പറയുന്നത് റിട്ടൺ ടെസ്റ്റും ഒരു ഡയറക്റ്റ് ഇൻ്റർവ്യൂവും ആയിരിക്കും. Candidates will be evaluated based on their technical skills, experience and ability to handle the requirements of the position. അപ്പോൾ ഇതും നാളെയാണ് ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞത്. അതുകൊണ്ട് താല്പര്യമുള്ളവർ ഈ കാണുന്ന വെബ്സൈറ്റിൽ കയറി ബയോഡാറ്റ അയച്ച് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക.